നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ. കമല കേരള കലാകേന്ദ്ര എന്ന സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസിച്ചു. ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയായിരുന്ന ഗുരുദേവൻ്റെ ജന്മദിനമാണ്. സാംസ്കാരിക നിലവാരത്തിൽ ഇത്രയും അധികം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തിയ മറ്റൊരു വ്യക്തി അപൂർവമാണ്. ആ ഗുരുദേവൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം ഹേമ കമ്മിറ്റി സിനിമയെക്കുറിച്ചും അതിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി 1 കോടി രൂപ മുടക്കി കേരള ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എതിരാവൽ. റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ചതിന് ശേഷം വർഷം 3-4 ആയി. അതിൽ പോക്സോ കേസ് വരെ ഉണ്ടെന്ന് വ്യക്തമായ റിപ്പോർട്ടാണ് ഒരു ജസ്റ്റിസ് സർക്കാരിന് കൊടുത്തത്. പോക്സോ കേസിന് അതിൻ്റെ ഗൗരവം അറിയാമല്ലോ. ദക്ഷിണ കേരളത്തിൽ ഒരു പശുവുമായി ശാരീരിക ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ 10 വർഷത്തേക്ക് ശിക്ഷാവിധി അനുഭവിക്കുന്ന ഒരാളിന്ന് ജയിലിൽ കിടപ്പുണ്ട്. അതാണ് നമ്മുടെ നിയമവശം. അതൊക്കെ വാസ്തവത്തിൽ മാനസിക രോഗിയാണ് എന്നാണ് പറയുന്നത്. ആ നിലക്ക് ജയിലിലല്ല വേണ്ടത്, മാനസിക കേന്ദ്രങ്ങളിലാണ്. ആ വിഷയമൊന്നും ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള നിയമസ്ഥലത്ത് പോക്സോ കേസിൽ പെട്ടു എന്ന് പറഞ്ഞ് 4 വർഷം മുമ്പ് ഒരു ജഡ്ജി ഔദ്യോഗികമായി കേരള ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ട് ആ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ട് പോലും ഇല്ലെന്നാണ് നമ്മുടെ സാംസ്കാരിക ഉപമന്ത്രി പറയുന്നത്. അപ്പോൾ അറിയാലോ ആ മന്ത്രിക്ക് എന്ത് സംസ്കാരമാണ്. ഒരു കാര്യം പറയും, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന മോഡി ഗവൺമെൻറ്റും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റും മറ്റേതൊരു ഗവൺമെൻറ്റിനേക്കാൾ തറയായിപ്പോയി എന്നോട് പറയാതിരിക്കാൻ പറ്റില്ല. യാതൊരു നീതിയും യുക്തിയും ഇല്ലാതെ പണത്തെ മാത്രം ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആരാധനയില്ല, ദൈവമില്ല. പിന്നെ ഇങ്ങനെ ദൈവത്തെ മാത്രം ആരാധിക്കാവോ? ബാക്കിയെല്ലാം ആദരവുള്ളൂ. പക്ഷെ ഇത് ആരാധിക്കുകയാണ് പണത്തെ. ആ ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. പറയാതിരിക്കാൻ വയ്യ. യാതൊരു മൂല്യത്തിനും വില കൊടുക്കാതെ. അപ്പോൾ നമ്മൾ കാഫിറിനെ കുറിച്ച് നമ്മളതിൽ പറഞ്ഞല്ലോ, ജനങ്ങൾ മണ്ടനാക്കി കേവലം 10 വോട്ടിന് വേണ്ടി എന്ത് തറവേല ചെയ്യാനും മടി കാണിക്കാത്ത ഒരു ഗവൺമെൻറ്റായിപ്പോയി, ഒരു പാർട്ടിയായി അധംപതിച്ചാൽ അങ്ങേര് നമുക്ക് ദുഃഖമുണ്ട്. കാരണം കമ്മ്യൂണിസം ലോകത്ത് നശിക്കാൻ പാടില്ല, ഇന്ത്യയിൽ നശിക്കാൻ പാടില്ല, കേരളത്തിൽ നിലനിൽക്കണം, ആവശ്യമാണത്. പക്ഷേ ഇന്നത്തെ കമ്മ്യൂണിസം വെറുതെ അധംപതിച്ച് പോയായി. മന്ത്രിമാരിൽ നോക്ക്, എന്തെങ്കിലും കഴിവുള്ള മലയാളം സംസാരിക്കാൻ അറിയാവുന്ന, അക്ഷരസ്ഫുടതയോട് ഒരു അരമണിക്കൂർ സംസാരിക്കാൻ അറിയാവുന്ന ഏതെങ്കിലും മന്ത്രി ഉണ്ടോന്ന് കേരളം? മുഖ്യമന്ത്രി ഉൾപ്പെടെ. മുഖ്യമന്ത്രി പ്രാസംഗികനാണോ? തട്ടിപ്പൊട്ടി പറയുന്നല്ലേ, പറക്കി പറയുന്നല്ലത് നല്ലൊരു പ്രാസംഗികനാണോ നമ്മുടെ CM? നല്ലൊരു പ്രാസംഗികനല്ല എന്ന് വെച്ചാൽ CM അങ്ങ് തടസ്സമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതുപോട്ടെ മുഖ്യമന്ത്രി. ബാക്കി ഏത് മന്ത്രിയാണ് അക്ഷരസ്ഫുടതയോടി തെറ്റുകൂടാതെ 1 മണിക്കൂർ മിഷൻ മെഗസൈൻ കിട്ടിയാൽ സംസാരിക്കാവുന്നത്? പച്ച മലയാളത്തിൽ, ഇംഗ്ലീഷ് സംസാരിക്കണ്ട. അത്ര കഴിവുകെട്ട മന്ത്രിമാരെല്ലാം നിയമിച്ചിരിക്കുന്നത്. അത് പറയുന്ന ആ ഏകാധിപത്യത്തിൻ്റെ
പരിസമാപ്തിയാണ്. പാർട്ടിയുടെ നശീകരണത്തിൻ്റെ അവസാനമായി, ആരംഭമല്ല, അവസാനമാണ്. അതിന് വലിയധികം ഭവിഷ്യത്തുണ്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ. മാപ്പ് കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ദൈവവിശ്വാസിയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ അതില്ല. അതുകൊണ്ട് പ്രകൃതി തന്നെ ഒരു മാറ്റത്തിന് വിധേയമാകട്ടെ എന്ന് പറയാം. സിനിമ വ്യവസായം തന്നെ ലോകത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് അമേരിക്കയിലൊക്കെ സിനിമ 4, 5, 7, 8 വർഷം കൊണ്ടാണ് ഒരു സിനിമ ഇറക്കുന്നത്. ഇവിടെ നമ്മൾ മാസത്തിൽ എന്നാൽ ഈ മോഹൻലാൽ പോലും ഒരു കൊല്ലത്തിൽ 34 സിനിമയിലായിട്ട് അഭിനയിച്ചു എന്നൊക്കെ പറയുന്ന ആൾ കണ്ട്. അതെല്ലാം തന്നെ 10-20 വിജയിച്ചു എന്ന്. പണ്ട് നസീർ അഭിനയിച്ചിട്ടുണ്ട്. നസീർ അഭിനയിക്കല്ലായിരുന്നു, വെറുതെ കാട്ടിക്കൂട്ടിലായിരുന്നു. കാരണം അവിടെ എന്ന് വെച്ചാൽ നസീറിനെ അഭിനയം കാണാനല്ല ആൾക്കാർ വരുന്നത്, നസീറിനെ കാണാനും ആണ്. അതുകൊണ്ട് അവിടെ അഭിനയത്തിൽ പ്രസക്തി ഉണ്ടായില്ല. അപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ച് ശരിക്ക് രോഗിയെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു 10-15 പേര് ഒരു ഡോക്ടർ, അതേ പറ്റുള്ളൂ. ഇതിപ്പോൾ 150 പേരെയൊക്കെയാണ് ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പരിശോധിക്കുന്നത് രാവിലെ. അപ്പോൾ അറിയാലോ എൻ്റെ ക്വാളിറ്റി ഉള്ളൊക്കെ. അതുപോലെ സിനിമയും ഈ അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ചല്ലേ ഗുണപാഠമുള്ള 2000 ശേഷം ഗുണപാഠമുള്ള ഏതെങ്കിലും ഒരു സിനിമ, ഈ വയലൻസും സെക്സും പിന്നെ വളിച്ച തമാശ, ദിലീപിനെ പോലെ വളിച്ച തമാശ, ഓവറായി പോയിട്ട് തമാശ കേട്ട് മടുത്തു. യാതൊരു ഹാസ്യ മൂല്യമില്ലാത്ത ഒരു വളിച്ച തമാശ. നമ്മുടെ സലീം കുമാറിൻ്റെ തമാശകളെ വളിച്ചെന്ന് വെച്ചാൽ സൂപ്പർ വളിച്ച്. ദിലീപിൻ്റെ തമാശ, പണ്ട് കുറേ തമാശയൊക്കെ ഉണ്ടായിരുന്നു, കേരള സിനിമയിലും ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ തമാശ അത് ഒരു വളിച്ച് മാത്രമല്ല, യാതൊരു ജനങ്ങൾക്ക് ഗുണമില്ല. ആ ഒരു നിമിഷം അല്ലെങ്കിൽ മണ്ടന്മാർ വന്ന് ചിരിച്ചു പോകുന്നല്ലാതെ അങ്ങനെ തകർത്ത് കളിച്ച സിനിമയെ, കഥാമൂല്യമുള്ള, അതിൽ നിന്ന് ഗുണപാഠം പഠിക്കാൻ പറ്റിയ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല. ഒന്നാമത് മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെയാണല്ലോ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാവേണ്ട സമയം കഴിഞ്ഞത്. എന്താണ് എപ്പോഴും അവർക്ക് വേണ്ടി കഥ എഴുതി മുന്നോട്ട് പോവാണ്. ഈ മമ്മൂട്ടിക്കൊക്കെ എന്തുകൊണ്ട്, മമ്മൂട്ടി മോഹൻലാലിനൊക്കെ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിന്നുകൂടാ? വരും തലമുറക്ക് അവസരം കൊടുത്തുകൂടാ? മാറാനുള്ള വല്ല ലക്ഷ്യമുണ്ടോ? ശരീരത്തിന് എല്ലാ അവയവവും കൃത്രിമമാണ്, ഒന്നുമില്ല ഒറിജിനലായിട്ട് ഒന്നുമില്ല. ആ ജീവൻ മാത്രം, ബാക്കി എല്ലാം കൃത്രിമമാണ്. പാദം മുതൽ വേഷം വരെ. വയസ്സുമായി, 70-75 വയസ്സുമായി. ഇനിയെങ്കിലും ഈ ഫീൽഡിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾ സ്വസ്ഥമായിട്ടുള്ള ജീവിതം സമാധാനമായിട്ട് കഴിയുന്നു, ഈ ടെൻഷൻ ഒഴിവാക്കി. അത് മുഖത്തേക്ക് പറയാൻ ആർക്കും ധൈര്യമുണ്ടോ? ഏതെങ്കിലും സിനിമ സംവിധായകനോ നിർമ്മാതാവിനോ അല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷൻ കിട്ടൽ, അതിന് തട്ടിപ്പില്ലേ? എന്താണ് ഫാൻസ് അസോസിയേഷൻ സിനിമാ നടന്മാർക്ക്? അതെല്ലാം പാവപ്പെട്ട് കൊടുത്തുണ്ടാക്കുന്ന കാശ് കൊണ്ട് അവൻ്റെ ഗ്രൂപ്പിൽ നിർത്തി കൈയ്യടി വാങ്ങിക്കാൻ പഠിക്കുന്നതല്ലേ? തട്ടിപ്പാണ് ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞത്. വാസ്തു സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്ത് അല്ല ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. സിനിമയുടെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ കാണികളാണ്. ആ കാണികൾക്ക് അസോസിയേഷൻ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. സിനിമ വന്നിട്ട് 111 വർഷമാണ് ഇന്ത്യയിൽ. ഞങ്ങൾ 111 വർഷം ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല ഉണ്ട്. അതുപോലെ ആയ സിനിമയിൽ ഇതുവരെ കാണികളുടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. ഞങ്ങളാണ് ആദ്യമായിട്ട് 2017 ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയത്, സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ, കസവ് എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് കേരള മലയാളി സ്ത്രീയുടെ പ്രധാന ഡ്രസ്സ് എന്ന് പറയുന്നത് സാരിയാണ്. ആ സാരി എത്ര വില കൂടിയാലും അതിന് കസവിൽ പകിട്ടുണ്ടാവില്ല. അതുപോലെ നമ്മുടെ അമ്മ എന്ന സംഘടനയ്ക്ക്, ആ സംഘടന പേര് തന്നെ അമ്മ മാറ്റം ഞങ്ങൾ പറയാണ്. സംഘടനയ്ക്ക് ഞങ്ങളുടെ കസവ് ചേരുമ്പോഴേ അതിന് ഭംഗിയുള്ളൂ, അതിനൊരു ഫുള്ള് പ്രൗഢിയുള്ളൂ. അതുകൊണ്ടാണ് അമ്മ അസോസിയേഷൻ. അപ്പോൾ സിനിമാ വ്യവസായം മൊത്തത്തിൽ കേരളത്തിൽ പോലും തകർച്ചയുടെ പക്കത്താണ്. തന്നെയുമല്ല, സിനിമ ഫീൽഡിൽ വന്നിട്ട് എത്ര ആൾക്കാർ നശിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നടന്മാർ, സംവിധായകന്മാർ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, എത്ര ആൾക്കാർ. അങ്ങനെയാണ് ഒരു മമ്മൂട്ടി, മോഹൻലാൽ ഒരു പക്ഷേ രക്ഷപ്പെട്ടാവും. ബാക്കി മറ്റുള്ള മരിച്ചുപോയ നടന്മാരെല്ലാം, ഈ KP ഉമ്മറൊക്കെ മരിക്കുമ്പോൾ അവസാന ബാലൻസ് എമൗണ്ട് 75 രൂപ എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഓരോരുത്തരും മുരളിച്ചേട്ടൻ, തിലകൻ ചേട്ടൻ, ഇവരെല്ലാം കഷ്ടപ്പെട്ടാണ് ജീവിച്ചു പോയത്. കാരണം വെച്ചാൽ അഭിനയിച്ച് കഴിഞ്ഞാൽ പൈസ ചോദിച്ചാൽ പിന്നെ വിളിക്കില്ല. അപ്പോൾ ഫീൽഡിൽ ഔട്ടായിരിക്കാൻ വേണ്ടി അത് കാശ് ചോദിച്ച് നടക്കുന്ന സമയമില്ല, ചെക്കൽ കൊടുക്കുന്നത്. അതിന് കേസ് സമയത്തെ പേരിൽ ആ കിട്ടുന്ന കൊടുത്ത് അടുത്ത ചാൻസ് കിട്ടാണ്ട് അങ്ങനെ പോയി. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറിനൊക്കെ
അവരൊക്കെ സാമ്യം തെറ്റില്ലാത്തൊരു പാവം മനുഷ്യനാണ്. അതൊക്കെ പട്ടിണി കിടന്ന് മരിച്ചത്. ഇപ്പോൾ ഭാര്യക്കത്തെ കഷ്ടത്തിലാണ്. അങ്ങനെ സിനിമ വ്യവസായം തന്നെ വേണ്ട. ചെമ്മീൻ സിനിമ പിടിച്ച ബാബുശ്ശേട്ട് അവസാനം തെണ്ടി എന്ന് പറയാൻ പറ്റില്ല, കാരണം പാവം നല്ല മനുഷ്യരല്ലേ. എന്നാൽ എത്ര കഷ്ടപ്പെട്ട ജീവിച്ച്. അത് വലിയ വീട്ടിൽ സിനിമ പിടിച്ചില്ല, രാജമാണിക്യം. ഐസ്ക്രീം സിനിമ പിടിച്ചാൽ ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ പിടിച്ച മറ്റേ നമ്മുടെ പുള്ളിക്കാരൻ പുള്ളി, അങ്ങനെ അവരൊക്കെ കിടപ്പോട് കളഞ്ഞ് നിൽക്കാണ്. അങ്ങനെ നടികളും നടന്മാരും മറ്റെല്ലാ മേഖലയിലെ പ്രവർത്തകരും ഒരു രീതിയിൽ മറ്റു രീതിയിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും കൂടി തകർച്ച വക്കത്താണ്. ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്ന നടന്മാർ പലരും അവർ പുറത്ത് പറയുന്നല്ലോ, വേറെ പണിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ അപാകത ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പം അതേ സംബന്ധിച്ച് നമ്മൾ ചെയ്യേണ്ടത്, ഈ സിനിമയിൽ തിരക്കഥാകൃത്ത് എഴുതി കൊടുക്കുന്നു, സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നു, അതുപോലെ അഭിനയിച്ചും സംസാരിച്ചും മിടുക്കന്മാരാണ്. ആ മിടുക്കട്ടുള്ള ഗോപിക്ക് പാൽ വെച്ച് സംസാരിച്ചു ബൊബ്ബ പറഞ്ഞോ, അത് തിരക്കഥയല്ലായിരുന്നു, ഒറിജിനലായിരുന്നു. ഈ തിരക്കഥ പറയുമ്പോൾ മമ്മൂട്ടി മോശമല്ല, മോഹൻലാൽ മോശമല്ല, അത് തിരക്കഥ വേണം അവർക്ക് സംസാരിക്കണമെങ്കിൽ. അല്ലാതെ ഉമ്മാരൊക്കെ ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ സംസാരിക്കും, 1 മണിക്കൂറൊക്കെ ഒരു സംസാരിക്കാൻ സംസാരിക്കുമോ? ഈ ഉഞ്ഞ 2 വാക്ക് പറഞ്ഞ് പോകുന്നല്ലാതെ 10 പ്രാവശ്യം റീടേക്ക് വരുന്നുണ്ട് പ്രസംഗത്തിൽ. കാരണം അത് തിരക്കഥ വേണം, അല്ല പറ്റില്ല. അപ്പം അവരൊക്കെയാണ് ദൈവങ്ങളായിട്ട് കാണുന്നത്. എന്നാൽ ഇവരൊക്കെ പുറത്തുള്ള സ്വഭാവം കാണുമല്ല, അകത്ത് വളരെ മോശമാണ്. പണ്ടൊരു ചൈത്രകാരൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയില്ല, കഴിഞ്ഞ പ്രാവശ്യം അന്നത്തെ മമ്മൂട്ടി അല്ലാത്ത പ്രേം നസീറും സുരേഷ് ഗോപിയുടെ 2 മക്കളുടെ കല്യാണത്തെക്കുറിച്ച് താരതമ്യപ്പെടുത്തി ഒരാൾ പറഞ്ഞേ, ഇത് പ്രേം നസീറിന് ഒരു മകനുള്ളൂ, പ്രേം നസീർ, പ്രേം നവാസ്, ഷാനവാസ്. ഈ ഷാനവാസ് കല്യാണം ട്രിവാൻഡ്രത്ത് നടക്കുമ്പോഴേ അത് ചെങ്കൽ ചൂളയിൽ നിന്ന് 10,000 പേര് വന്നു. അപ്പോൾ അതിൻ്റെ ചാർജുള്ള ആൾ വന്ന് പറഞ്ഞു നസീറിനോട്, സാറേ ഇങ്ങനെ അവിടുന്ന് 10,000 പേര് വരുന്നുണ്ട്, അവർ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്പം ഭക്ഷണം അല്പം ടൈറ്റ് എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു 5,000 3,000 ഒറ്റ എന്ന് പറഞ്ഞു. അപ്പം നസീർ പറഞ്ഞ് പേടിക്കണം, ഞാൻ 5,000 എക്സ്ട്രാ കണക്കാക്കിയുണ്ട്, കാരണം അവർ കാശോടെ ഞാൻ ആളായത്, അപ്പോൾ അവർ എന്നെ കാണാനും ഒക്കെയാണ്, അക്കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചു പോട്ടെ. അങ്ങനെയാണ് ചെയ്തത്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായി കഴിഞ്ഞപ്പോൾ അവസരം ഭക്ഷണം കിട്ടാൻ ഒന്നും തള്ളിക്കിട്ടായി കേട്ടില്ലേ. അവരാണ് ഇത് അന്നത്തെ നടന്മാരുടെ ഇന്നത്തെ നടന്മാരുടെ സ്വഭാവം. നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഏത് സ്ത്രീയായിട്ട് നടിയായിട്ട് ചെയ്താൽ അതിനിപ്പോൾ ആർക്ക് പരാതി? അത് നിങ്ങളുടെ അവകാശം. ബലമായിട്ട് ചെയ്യുമ്പോഴാണ് തടസ്സം വരുന്നത്, നിർബന്ധിക്കുമ്പോഴാണ് തടസ്സം വരുന്നത്. നിർബന്ധിക്കുക സ്വാഭാവികമായിട്ടും ഇടപഴകുമ്പോഴേ, പണ്ടെന്നാളൊരു പറഞ്ഞ്, ഒരു വിവാഹിതയായ സ്ത്രീ ജോലി സ്ഥലത്ത് പോകുമ്പോൾ അവളുടെ ഭർത്താവായിട്ട് ഇടപെടുന്നതിനേക്കാൾ വളരെ കൂടുതൽ സമയം അന്യ പുരുഷന്മാർ ഇടപെടുന്നത്. കാരണം രാവിലെ 9 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 5-6 മണിയാകുമ്പോൾ 9 മണിക്കൂർ അന്യ പുരുഷന്മാരായിട്ടാണ് ഇടപെടുന്നത്. അത് ഭർത്താവായിട്ട് 1 മണിക്കൂർ 1 മണിക്കൂർ ബന്ധപ്പെടുള്ളൂ എന്ന് പറഞ്ഞാൽ പരാതി പറഞ്ഞാലേ, നിങ്ങൾ സിനിമ അടുത്തൊക്കെ ഇടപെടുമ്പോൾ അത് സംഭവിക്കും, അത് സ്വാഭാവികം, അത് അവരൊരു കാര്യം. പക്ഷേ നിർബന്ധമായിട്ടും തട്ടിപ്പിൽ കൂടിയും ചതിവിൽ കൂടിയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എതിർക്കേണ്ടത്. പക്ഷെ എന്നാൽ ഈ സംഭവം കേരള ഗവൺമെൻറ് ചെറുത്തിയെങ്കിലും ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അന്വേഷണം, അതിന് കമ്മീഷൻ വെച്ചത്. V2 എന്ന് പറഞ്ഞ സമ്പ്രദായം തുടങ്ങിയ പിന്നെ പാശ്ചാത്യ രീതിയാണല്ലോ. പക്ഷെ അതിനുശേഷം അവിടെ ഒന്നും നടപടിയൊന്നും ഉണ്ടായില്ല. അത് ഒരാളായിട്ട് എന്തോ ജയിൽ ശിക്ഷ അനുഭവിച്ചു, ബാക്കിയൊന്നും നടപടിയൊന്നും. ഇത് നല്ലൊരു കാൽവയ്പ്പാണ്. ഇതിനെക്കുറിച്ചൊരു ഭയപ്പാട് ഉണ്ടാക്കുന്നു, ചോദ്യം ചെയ്യാൻ ആളുണ്ടാകും, അല്ലെങ്കിൽ പബ്ലിക് പിന്നെ ബോധേഡായിരിക്കും എന്നൊക്കെ അറിയിക്കുന്നതും സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു താക്കീതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ കുറച്ചുകൂടി വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്, പഴയ തലമുറയേക്കാൾ. കാരണം അന്നത്തേക്കാളൊക്കെ ഇപ്പോൾ വാർത്ത കവറേജ് ചെയ്യാൻ ചെയ്തുകൊണ്ട് വാർത്ത ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല, അപ്പം തന്നെ നിമിഷമാണ്. എങ്കിൽ പോലും പോക്സോ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു കേസ് വന്നിട്ട് 4 വർഷമായിട്ടും നടപടി എടുത്തില്ല എന്ന് പറയുമ്പോൾ ആ മന്ത്രിക്ക്, ആ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? ഒരു സ്കൂൾ അധ്യാപകൻ അവിടെ ഒരു പോക്സോ കേസ് വന്നാൽ അത് സർക്കാർ അത് ബന്ധപ്പെട്ട് അറിയിച്ചില്ലേ, അവർ പണി പോവാൻ അകത്ത് പോവും. അതാണ് നിയമം. അങ്ങനെയാണെങ്കിൽ ഇതിന് സർക്കാർ എന്ത് സമാധാനം പറയും, എന്ത് ഉത്തരവാദിത്വം പറയും? അത് സാംസ്കാരിക വകുപ്പ് മന്ത്രിസഭയെ പിണങ്ങരുത്. അങ്ങനെക്കുറിച്ച് മോശമായിട്ട് പലതിലും കേൾക്കുന്നത്. അങ്ങയുടെ ബന്ധുവിൻ്റെ പേരിൽ ഒരു ഫൈനാൻസ് കാര്യത്തിൽ ആരും പറഞ്ഞിട്ട്
കണ്ണങ്കാട്ട് ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറഞ്ഞെന്ത് പോകട്ടെ. അപ്പോൾ ആ നിലക്ക് അത്ര തൃപ്തികരമായൊരു മറുപടി നല്ല പൊതുവെ കിടക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി സുതാര്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലത്, സർക്കാർ നല്ലത്. ഇനിയും ഈ അൻവർ എം എൽ എ പോലെ, അൻവർ എം എൽ എ നിങ്ങൾ കയറൂർ ഇവിടെ അല്ലേ, നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് അൻവർ എം എൽ എ പോലെയുള്ള ധിക്കാരികളോട് പറയിപ്പിക്കുകയാണ്. എന്താണ് ഇന്നിപ്പോൾ എസ് പിയെ പരസ്യമായിട്ട് ശാസ്ത്രമായിട്ടും IAS പരാതിപ്പെടാൻ പോകുന്നതൊക്കെ ന്യൂസ് കേട്ടു. എസ് പിയെ ശാസിക്കല്ലേ, എസ് പിയെ പിന്നെ എസ് പിയുടെ തെറ്റ് ചൂണ്ടിക്കാണി തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ്. എം എൽ എ അല്ലേ, എം എൽ എ പ്രോട്ടോകോൾ ചീഫ് സെക്രട്ടറി മുകളിലാണ്, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഒപ്പമാണ്. അതാണ് നമ്മുടെ TH മുസ്തഫ സാഹിബ് ഒരിക്കൽ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവിടെ എന്തോ സംസാരിച്ച് പറഞ്ഞിടോ, ഞാൻ MLA ആണ്, എൻ്റെ റാങ്ക് ചീഫ് സെക്രട്ടറി റാങ്കാണ്, അപ്പോൾ അതിന് വേറെ എന്തോ കളക്ടർ എൻ്റെ വന്നവിടെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ പറയിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നത് മോശമാണെന്നേ. അല്ലാതെ ഗീവ് റെസ്പെക്റ്റ്, നമ്മൾ പിന്നെ അത് ബഹുമാനം കൊടുത്ത് നമ്മൾ ആദരം നേടണം, അതാണ് നല്ലത്. പറയിപ്പിക്കുക എന്നുള്ളത് നല്ല രീതിയല്ല, എങ്കിലും പറഞ്ഞ പുള്ളി അത് ശരിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ആ വിമർശനമൊക്കെ കുറച്ചുകൂടിയൊക്കെ പിന്നെ ആലങ്കാരികമായിരിക്കണം, കുറച്ചുകൂടിയൊക്കെ മിതത്വം പാലിക്കണം. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞത് ഈ അൻവറിനോടും പല സഖാക്കൾക്കും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളുടെ നേതാവുള്ള AK ഗോപാൽ അറിയപ്പെടുന്ന നേതാവാണ്, നല്ലൊരു മനുഷ്യസ്നേഹിയാണ്, പിന്നെ മനുഷ്യസ്നേഹിയാണ്, കുഴപ്പമില്ല. അദ്ദേഹത്തിനടുത്ത് കണ്ണൂരിൽ കോട്ടയത്ത് പോയൊരു അച്ചായന് കോൺട്രാക്ട് വർക്ക് എടുത്തപ്പോൾ അവിടെ DYFക്കാർ സമ്മതിക്കുന്നില്ല, തർക്കം ഉണ്ടാകുന്നു, പ്രശ്നമുണ്ട്, അറിയാലോ കോൺട്രാക്ട്. അപ്പോൾ ഇദ്ദേഹം AKGയോട് പരാതി പറഞ്ഞു. അപ്പോൾ AKG പറഞ്ഞ് ശരി ഇനി നോക്കാമെന്ന് പറഞ്ഞു. AKG DYFയുടെ നേതാവ് വിളിച്ചു പറഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പിട്ട് പരിപാടി വയ്ക്കാൻ പറഞ്ഞു കണ്ണൂർ. അതിൽ ഞാൻ പ്രസംഗിക്കുന്നു, ഫ്ലെക്സ് നോട്ടീസും കൊടുക്കാൻ പറഞ്ഞു. ഇദ്ദേഹം പരിപാടി പ്രസംഗിച്ച് കുറച്ച് കഴിയുമ്പോഴേ കോട്ടയം ഭാഗത്തു നിന്ന് ഏതോ ഒരു അച്ചായന് ഇവിടെ ജീവിക്കാൻ വേണ്ടി കോൺട്രാക്ട് കൊടുക്കത്താണ്. അതിവിടെ ചില ദുഷ്ടശക്തികൾ സമ്മതിക്കണില്ല എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ടല്ലോ. ഇവിടെ DYF ഇതൊക്കെ നോക്കാനും അന്വേഷിക്കാനും ചെക്ക് ചെയ്യാനും ഇവിടെ DYF പ്രവർത്തകർ ഇല്ലേന്ന് ചോദിച്ചു. ഇത് കോട്ടയത്ത് നിന്ന് വന്ന ഒരു അച്ചായൻ ജീവിക്കാൻ വേണ്ടി കോൺട്രാക്ട് വർക്ക് നടത്തുമ്പോൾ അതിനെതിരെ ചില കുബുദ്ധികൾ ശല്യം ചെയ്യുന്നുള്ള പരാതി കിട്ടി. അപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്യാനും പിന്നെ അന്വേഷിക്കാനൊക്കെ ഇവിടെ DYFI സഖാക്കളില്ലേന്ന് ചോദിച്ചു. പിന്നെ DYF ഉണ്ടോ? പിന്നെ അവിടെ പുള്ളി വല്ലതും പറഞ്ഞോ? ആരെയും കുറ്റപ്പെടുത്തിയോ? എത്ര യുക്തിയും ബുദ്ധിയാണ്. അതുപോലെ വേണം അൻവർജി. അത് കുറേ നിങ്ങൾ ഇനി 100 കൊല്ലം ജീവിച്ചാൽ അത് കിട്ടില്ല. പണം ഉണ്ടായൊരു സംസ്കാരം കിട്ടില്ല, അറിവ് കിട്ടില്ല. പണം ഉണ്ടായ ധിക്കാരം കൂടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളവിടെ ഒരു സാധനം തുടങ്ങിയല്ലോ, ഒരു ഇത് അതുപോലെ ഇവിടെ കേരളത്തിൽ എത്രയോ പേര് ചിറ്റപ്പള്ളിക്ക് ഉണ്ടാക്കി എത്ര കോടിയിൽ സമ്പാദിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ദാക്ഷ്യം കാരണം ആരും പരാതിപ്പെട്ട് അവസാനം പൊളിപ്പിച്ചതല്ലേ? നയം വേണം സാറ്, നയം വേണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. മുഖ്യമന്ത്രി കയ്യിലിടുന്ന ശേഷം നിങ്ങൾ നയം കാണിച്ചില്ലെങ്കിലേ നിങ്ങൾക്ക് നാളെ നമുക്ക് ജീവിക്കണ്ടേ? മുഖ്യമന്ത്രി എന്നും ഉണ്ടാവുമോ? അപ്പോൾ സഖാക്കൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക അക്കാര്യത്തിലേക്ക്. കാരണം നിങ്ങളെയാണ് ജനങ്ങൾ മാതൃകയായി കാണുന്നത്, കോൺഗ്രസ് നേതാക്കൾ, ലീഗ് നേതാക്കളല്ല. നിങ്ങൾ തെറ്റുപറ്റിയാൽ ഈ കെട്ടത്തിൻ്റെ മോന്തായി വളഞ്ഞ കഴുക്കോല് 36 വളയുമെന്ന് പറയും പോലെ നിങ്ങളെ മാതൃക കാണുമ്പോൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷ ഇതല്ലെന്നേ. അതാണ് നിങ്ങളുടെ പേർക്കുറിച്ച് ഞാനും എതിർപോലെ എന്ത് അല്ലെങ്കിൽ എതിർപ്പേണ്ട കാര്യം. ഞാൻ യൂത്ത് കോൺഗ്രസ് ഇത്രയും പറയില്ല, ഒരു കോൺഗ്രസ് നേതാവ് ഞാൻ ഇത്രയും പറയില്ല. കാരണം അവരിൽ നമ്മൾ ഒരു പരിധിക്കുൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ നിങ്ങളതല്ല, എക്സ്പെക്റ്റേഷൻ, പ്രതീക്ഷ വലുതാണ് ജനങ്ങൾക്ക്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഒരു മാതൃക പുരുഷനാണ്. അപ്പോൾ പലതും പ്രതീക്ഷകളുണ്ട്. പക്ഷെ ആ ഒരു ഇല്ല, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. അതാണ് നിങ്ങളെ കൂടുതൽ വിമർശിക്കുന്നത്. നല്ല വസ്തു ചീത്തയായി കഴിഞ്ഞാൽ വളരെ മോശമാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല വസ്തുക്കൾ ഇഷ്ടപ്പെട്ടാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ എന്നുള്ളത്. മനുഷ്യ സ്ത്രീകളാണ്, സാമൂഹിക പ്രവർത്തകരാണ്, ഒക്കെ തെളിയിച്ച ആൾക്കാരുടെ പണ്ട്. പക്ഷെ നിങ്ങളിൽ വീഴ്ച വരുമ്പോൾ കൂടുതൽ ആൾക്കാർ പിന്നെ പരാതിപ്പെടും. കാരണം അതിൽ നിങ്ങളുടെ മഹത്വം കൊണ്ടാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. കുറ്റപ്പെടുത്തി നശിപ്പിക്കുകയല്ല, കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ
കോലാഹലം കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ഈ സിനിമ ഇൻഡസ്ട്രി ഒരു പക്ഷേ ഇനി കുറച്ച് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ പെണ്ണ് പിടിക്കാൻ വേണ്ടിയാണ് 90% സിനിമ നിർമ്മാതാക്കളും ഫീൽഡിലേക്ക് വരുന്നത് പെണ്ണ് പിടിക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു സംശയക്കാത്തില്ല. അല്ലെങ്കിൽ അപ്പോൾ ഒരാൾ പറഞ്ഞ് അതിന് ഇത്രയും പണം മുടക്കണോ, എവിടെയും കൊടുത്താൽ ലണ്ടനിൽ പോയി പെണ്ണ് പിടിക്കാമല്ലോ, ഇവിടെ വരണമെന്ന് ചോദിക്കും. പക്ഷേ എങ്കിൽ അത് വേറെ രീതി ഏതായാലും. അപ്പോൾ അതൊക്കെ വരുമ്പോഴേ അതിനൊക്കെ അവസ്ഥ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഫീൽഡ് ഔട്ടും വലിയ പണക്കാരും വരില്ല. അങ്ങനെ പണത്തിൻ്റെ ഷോർട്ടേജ് കൊണ്ട് ഫീൽഡ് നശിക്കാനും അല്ലെങ്കിൽ വളർച്ച കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതോന് കുറച്ച് വേണ്ടി അവർ കുത്തിക്കാവും. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, 2 കാര്യം പറയുന്നു. ഒന്ന്, സ്വർണത്തിൽ വില കുറക്കാൻ വേണ്ടി അന്ന് മൊറാർജി ദേശായി ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു 100 ടൺ സ്വർണം ബോംബെ ലേലത്തിൽ വെച്ച്. അപ്പോൾ 100 ടൺ ഫീൽഡിലേക്ക് അത്രയും വില കുറയുമല്ലോ എന്നുള്ളത് അസലാണ്. ആ 100 ടൺ സ്വർണ്ണം എന്ത് ചെയ്തറിയോ, അവിടുത്തെ ബോംബെയിലെ ലോബി, ഗോൾഡ് ലോബി, അവർ ലേലത്തിരുത്ത് അവർ കൊണ്ട് അവൻ്റെ ഗോഡൗണിൽ വെച്ച്. അപ്പോൾ അത്രയും ക്ഷാമം കൂടി. അപ്പോൾ 416, എൻ്റെ കല്യാണം കഴിക്കുന്ന ആ സമയമാണ് 1974, അത് 416 സ്വർണം പിറ്റേ ആഴ്ച 1000, പിന്നെ 2000, അങ്ങനെ ഇപ്പോൾ 50,000 60,000 ആയത്. അതുപോലെ ഇപ്പോൾ എന്ത് വന്ന് നമ്മുടെ കോവിഡ് വന്നപ്പോൾ ആരും ഒന്നും വേണ്ട എന്ന് വെച്ച് മാർബിളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാൻ വേണ്ടി ഗുജറാത്തിൽ ചെയ്തപ്പോഴല്ലോ അവിടെ ഇരട്ടി വിലയാണ്. എന്താ പറ്റിയ, ചെറുകിട കമ്പനിയൊക്കെ പൂട്ടിപ്പോയി. വൻകിട കമ്പനി അവൻ പറഞ്ഞ സാധനം ഗോഡൗണിൽ വെച്ചിട്ട് അവൻ പറഞ്ഞ വിലയായി, ഇരട്ടി വിലയായി സാധനം തന്നെ. അപ്പം അതുപോലെ ഇനി അവശേഷിക്കുന്ന കുറേ പേരുണ്ടെങ്കിൽ അവർ ഒന്നുകൂടി കുത്തുകയായിരിക്കും സിനിമ ഫീൽഡ്, ഒന്നും കുത്തുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഹേമ കമ്മീഷൻ കൊണ്ടോ ഇതിനൊക്കെ റിപ്പോർട്ടിനെ കൊണ്ടോ ഇപ്പോൾ അതിനെക്കുറിച്ച് പരിഹാരം കാണാൻ വേണ്ടി വീണ്ടും 1,10,00,000 മുടക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനം നടക്കും. എന്ത് പ്രവർത്തനം? ഇത് തന്നെ വന്നിട്ട് ഇപ്പോൾ 8 വർഷമായി. ഇനി അതും വരുമ്പോൾ 8-10 വർഷമായി. അവസാനം വെളിച്ചവും കാണില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് മാറും, പിന്നെ അടുത്തൊരു കള്ള ഗവൺമെൻറ് വരും. അപ്പോൾ ആ ഗവൺമെൻറ് വരും, ഞാൻ പഠിക്കട്ടെ, ഞങ്ങൾ കയറിയല്ലുള്ളൂ. ഈ പാമ്പും കൂടി കളിയാണ് കഴിഞ്ഞ കാലം വരെ കേരളത്തിൽ. പക്ഷേ ഈ കഴിഞ്ഞ കാലം മുതലാണ് ഈ 2ാമത് LDFനും ഭരണം കിട്ടിയത്. അതിപ്പോഴും തദൈവ ആ പഴയ വല്ലവി തന്നെ, ഒരു മാറ്റവും ഇല്ല, മാത്രം ഒരു വളർച്ചയില്ല, ഒന്നുമില്ല. എന്ത് നടക്കുന്നുള്ള ഇത് നടക്കില്ല. ഒരു കാര്യം ഞാൻ ഇക്കൊരു പറയട്ടെ കേട്ടോ, എന്താണ് വേറൊന്നുമില്ല. ഇപ്പോൾ വിവാഹ സമ്മാനത്തിന് ടാക്സ് ഇല്ലെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ചെയ്തു. ഇപ്പോൾ പിന്നെ അംബാനിയുടെയൊക്കെ മകൾക്ക് കിട്ടി എത്ര 1000 കോടി രൂപ കിട്ടി, അതൊന്നും ബ്ലാക്ക് മണി വൈറ്റായി, ടാക്സും ഇല്ല, സ്വതന്ത്രം. അതുപോലെ അതൊരു സമ്മാനമല്ലേ, വിവാഹ സമ്മാനമല്ലേ. അതുപോലെ സമ്മാനമല്ലേ ലോട്ടറിക്ക് 25 കോടി രൂപ കിട്ടിയ ആൾക്ക് അതിൻ്റെ പകുതി പോലും കിട്ടില്ലെന്ന് ഇന്നലെ ഒരാൾ പരാതിപ്പെട്ടു എൻ്റെ അടുത്ത് രേഖാവിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞത്, അതായത് പകുതി പോലും കിട്ടുന്നില്ല എന്ന്. അപ്പം ഞാൻ അന്വേഷിക്കട്ടെ. അപ്പോൾ ആ ലോട്ടറി എങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലേ? ഈ വിവാഹ സമ്മാനത്തിൽ ഒഴിവാക്കുമ്പോൾ ലോട്ടറി പണത്തിൽ ഒഴിവാക്കാൻ പാടില്ല, ഒഴിവാക്കില്ല. അവിടെയാണ് പാവപ്പെട്ടവന് വേണ്ടി അല്ല ഇതൊക്കെ നിൽക്കുന്നത്. ലോട്ടറി തന്നെ തട്ടിപ്പാണ്, യാതൊരു ന്യായമില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 10,000 പേര് ലോട്ടറി എടുത്ത് കഴിക്കുക. ഈ 10,000 പേര് ഭാഗ്യവാനല്ല. 10,000 പേരിൽ ആരും ഭാഗ്യവാൻ അല്ലെങ്കിൽ പോലും അതിൽ ഒരാൾക്ക് കിട്ടൂലേ, അതുകൊണ്ട് ഭാഗ്യം എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ 10,000-ൽ ഒരാൾ ഭാഗ്യം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോട്ടറി തട്ടിപ്പാണ് മാത്രമല്ല ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയുള്ളൂ. പക്ഷേ ലോട്ടറിയുടെ വിൽപ്പന കൂടുതലും മദ്യം കൂടി കൊണ്ട് കേരളം തരിപ്പണമായി. കാരണം ഇപ്പോൾ എല്ലാ ലഹളകൾക്കും അച്ഛനെ കൊല്ലാനും മകനെ കൊല്ലാനും ഭാര്യ കൊല്ലാനും എല്ലാം കാരണം ഈ മദ്യമാണ്. അതായത് മറ്റേ ആനണി ചാരായം നിരോധിച്ചില്ലേ, 35 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ചാരായം കളർ ചേർത്ത് ബാറി വന്നപ്പോൾ 350 രൂപ 10 ഇരട്ടി കൂടി. അതാണ് 120 രൂപ കൂലി കിട്ടിയ തൊഴിലാളിക്ക് 35 രൂപ കൊടുത്താൽ ബാക്കി 65-85 രൂപ വീട്ടിൽ കൊടുക്കാൻ കിട്ടും. ഇപ്പോൾ അത് 350 ആക്കിയപ്പോൾ അവന് 500 കിട്ടാതെ ഒരു കുപ്പി പറ്റില്ല. അപ്പോൾ അവന് 500 പണിക്കാശ് കൊണ്ടുകൊണ്ട് പണിയെടുക്കാതെ പോയി, കുറച്ച് ദിവസം പോയില്ല, പിന്നെ പോയി. അങ്ങനെയാണ് 1200 1500 ആക്കിയത്. അപ്പോൾ ആനണി ചാരാൻ നിരോധിച്ചുകൊണ്ട് ഒരു ഗുണം കിട്ടിയില്ല, മാത്രമല്ല കുറേ അബ്കാരികൾ കോടീശ്വരനാകാൻ പറ്റി, അത്രേ ഉള്ളൂ. ഇതിങ്ങനെയുള്ള അപരിഷ്കൃതമായ പരിഷ്കാരം നമ്മുടെ LDF ഗവൺമെൻറ് ആണെങ്കിൽ പോലും കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്താൻ നിൽക്കുക. 1000 നന്ദി. ജയ് ഹിന്ദ്.